എടി സാറാമ്മേ, ഓ നിന്റെ മുതലാളിക്ക് ഇത് എത്രാമത്തെ കല്യാണം ഓടി? ആ എനിക്കറിയാൻ മേല. ജനിക്കണമെങ്കിൽ നിന്റെ മുതലാളിയായിട്ട് ജനിക്കണം. തോന്നുമ്പോ കല്യാണം. ഭയങ്കര രസമായിരിക്കുള്ളൂ. എന്താ നിങ്ങൾക്കപ്പോ വേറെ കെട്ടാൻ പ്ലാൻ ഉണ്ടോ? ആ, അത് നിന്നെ കെട്ടിയപ്പോ തന്നെ പോയല്ല. ഓ അല്ലെങ്കിൽ ഇപ്പൊ നയൻതാര വരും നിങ്ങളെ കെട്ടാൻ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേക്കണത്? നാട്ടിലെ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറനോട് ഒറ്റ കൊണ്ട് കൊടുത്ത് ഞാൻ പടവുകൾ കയറി വരാൻ നേരത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. നീ എന്താ വിചാരിച്ച? സാറാമ്മേ, സാറാമ്മേ, ആ സൂട്ടും കൊട്ടിക്കിട്ട് നിൽക്കണണ്ടില്ലേ? തൻ്റെ അടുത്ത് ഒരേ കാശുണ്ടാവും, അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ കുറേ പെൺപിള്ളേരും ഉണ്ടാവും. പക്ഷേ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. കണ്ട കാട്ടിക്കൽ പകുതിര ചരടായത്. ഞാനും വരുള്ളൂ തന്നെ പോലെ സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് ഒരു ദിവസം. ഇവിടെ എങ്ങും കാണാനില്ലല്ലോ സാറാമ്മേ. താഴെയില്ല, മേലെയില്ല. ഇതെന്ത് വീടാ ഇത്? കണ്ണാടി കൂടാ. എടി സാറാമ്മ ഒന്ന് വിളിയാക്കടി. എന്റെ കുറ്റായോ? നിങ്ങളല്ലേ അവിടെ ഒറ്റമുണ്ട് മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ. വാ വാ ബാക്കി പണിയാ. വാ. ഈ വീട്ടിൽ പണിയാ ഞാനില്ലട്ടാ. ഈ വീട്ടിൽ പ്രേതോണ്ടി പട്ടി കാണിക്കണ്ട. ഓ ഈ മനുഷ്യന്റെ ഒരു കാര്യം. വാ വാ ഇങ്ങോട്ട് വാ. ഇനി എന്നെ ഇട്ടിച്ച് പോരത്തട്ടാ. എന്റെ കൈ തന്നെ പിടിച്ചോ. വാ 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 പോവാം. പോവാ വാ. അയ്യേ വാ പോവാ. എന്തൊരു വീടാണിത്. ഓടിക്കോ ഓടിക്കോ. ഇവിടെ ആരണ്ട് നിൽക്കണ പോലെ തോന്നുന്നുണ്ടാടി. പിശാശ് പിന്നെ ഇട്ടു പോകണം. എനിക്ക് ആരും വന്നടി. I have a surprise for you. Welcome, my lady. Please. Welcome to my mansion. Only for you.
ആ പെണ്ണുണ്ടല്ലോ അവളെ കാശെല്ലാം അടിച്ചിട്ട് പോയി. അയാൾ വിളിച്ചു വരുത്തിയതാണ് കള്ളക്കിളവൻ. വിജയ് സാർ, ഏയ് കമാൻ ഡൂഡ്, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ശങ്കർ നന്നായിട്ടാ കളിച്ചത്, വിജയ് സാറിന്റെ ഫോക്കസ് പോയി, അതാ സംഭവിച്ചത്. ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ മാൻ. അതുവരെ ഈസി ആയിട്ട് ചോദിച്ചോണ്ടിരുന്നത് നമ്മുടെ വിജയ് സാറിന് എന്താ പറ്റിയത്? ആരുടെ ഫോക്കസ് കളഞ്ഞത്? പക്ഷേ അതെ, ഒരു പക്ഷേയില്ല. നിങ്ങളെ പച്ചക്കിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ പിടിപ്പിക്കും വിൻസി. എൻ്റെ വിൻസി, ഇത് അവരുടെ അടവ് തന്നെയായിരുന്നു. മോതിരൊക്കെ വെച്ച് കളിച്ച ഇഷ്ടം കളി. ആ കളിയിൽ സാറ് വീട്ടിലെന്ന് കണ്ടപ്പോഴല്ലേ അവള് ദ്രൗപതി കളിച്ച് സാറിനെ വെട്ടിലാക്കിയത്. എന്നെ ബ്ലഫ് ചെയ്തവളാ. അവളുടെ ഒരു നോട്ടവും മറ്റടുത്ത ചിരിയും. ഇനിയിപ്പോ ക്ലബായ ക്ലബല്ല, ഇത് പാട്ടാവില്ലേ? വിജയ് സാറിനെ പോലത്തെ ഗ്രേറ്റ് ക്യാമ്പിളറെ ഒരു പീറപ്പെണ്ണ് കണ്ണിറുക്കി കാണിച്ച് വീഴ്ത്തിയെന്ന്. അത് ശരിയാണ്. ഈ തോൽവി മേനോന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. സഞ്ജയ്, യു 100% കറക്റ്റ്. അവളെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇറക്കിയത് തന്നെയാണ്. അയാൾ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഈ കാര്യം എന്താ പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? അതിപ്പോ കേസ് കൊടുക്കണമെന്നില്ലല്ലോ. പിന്നെ ചെറിയ തുക കൊടുത്താൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലീസുകാരനുണ്ട്. അത് ശരിയാ. ലെറ്റ്സ് ഡു ഇറ്റ് മാൻ. പോരാട്ട വിജയമേനോനെ തോണ്ടിയ എന്താവുമെന്ന് അവരറിയണം. എൻ്റെ കാശ് കിട്ടാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഇനി ഒരാളിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവളുടെ ദേഹത്തൊന്നും കാണരുത്. സഞ്ജയ്, മേക്ക് ദാറ്റ് കോൾ. Oh my god, I'm already late. Are you sure you want to go? സിറ്റിയിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ഐ ഹാവ് ടു സൈൻ മൈ സെൽഫ്. ഈവനിങ് ഞാൻ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോകാൻ. Okay, sure. Or if you want to cook yourself, I'll show you the kitchen. Are Come. you sure you want me to cook? I want to taste your spicy things. It's all yours. Hey. There's a lot more surprises. Come on, Lucky. Come. Come on, Diesel. You like them? Better you start liking them. എന്തിനാണ് പേടിക്കുന്നത്? ഇത് കുട്ടികളെ പോലെയാണ്. Okay, go play. കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. പട്ടികൾ എവിടെ തിരിഞ്ഞാലും കൂടെയുണ്ട്. ഇവിടെ മഴ വരാൻ പോവാന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. No, I think it's already drizzling. Okay. Drive safe. See you soon. Bye-bye.